ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഇത് ഒരു സബ്സ്ക്രൈബർ ഇന്നലെ എനിക്ക് അയച്ചതാണ്, കമന്റ് ആയിട്ട് അയച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ ആർക്കും അറിയില്ല, ഇതുവരെ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ കാണുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ആ സബ്സ്ക്രൈബ് പറഞ്ഞ് ശരിയാണ്, ഇത് ആർക്കും അറിയില്ല എന്നുള്ളത്. അപ്പം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരാൾക്ക് പോലും ഈ ഒരു ഓപ്ഷൻ ആവശ്യമില്ലാതെ വരില്ല. അപ്പം എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചില ആളുകൾ പകുതി വെച്ച് സ്കിപ്പ് ചെയ്യും, അവസാനം വെച്ച് സ്കിപ്പ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് അറിയാതെ പോകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. കാരണം ഇത് ആർക്കും അറിയാത്തൊരു വീഡിയോ ആണ്. ആർക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വരെ മലയാളത്തിൽ ഈ വീഡിയോ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈലിന്റെ ഹോം പേജിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. വാട്സപ്പിൽ ഇറങ്ങിയതിന് ശേഷം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നമ്മുടെ ഒരു കോൺടാക്ട് എടുക്കുകയാണ്. എൻ്റെ വൈഫിൻ്റെ പേര് തന്നെയാണ്. നമുക്കിവിടെ കോൺടാക്ട് എടുത്തു. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഓരോ ഡേറ്റിന് നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അതായത് ഇന്നലെ അയച്ച മെസ്സേജുകളാണ്. ഇപ്പോൾ ഇത് ജനുവരി 26 അയച്ചതാണ്. അങ്ങനത്തെ കുറേ ഡേറ്റിനുള്ള മെസ്സേജുകൾ നമുക്കിങ്ങനെ കാണാം. ചില ഡേറ്റുകളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ട്. മീൻസ് 2 മാസം മുന്നേ, 3 മാസം മുന്നേ, അല്ലെങ്കിൽ 1 വർഷം മുന്നേ നമുക്ക് ഡേറ്റ് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഏതാണ് മെസ്സേജ് അല്ലെങ്കിൽ അത് എന്ന് അയച്ചതാണെന്നുള്ള ഡേറ്റ് അറിയെങ്കിൽ പോലും നമുക്ക് അതൊന്ന് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇതേപോലെ സ്ക്രോൾ അപ്പും സ്ക്രോൾ ഡൗൺ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ആ പ്രൊഫൈലിന്റെ നെയിമിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആ സെർച്ചിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാണാം ഒരു കലണ്ടറും ഒരു സെർച്ചിന്റെ ഒരു ഐക്കണായിട്ടുള്ള ഒരു ബോക്സ് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു കലണ്ടർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രസന്റ് ഡേറ്റും ഇയറാണ് കാണിക്കുന്നത്. അതിന്റെ തൊട്ട താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിലെ മെസ്സേജാണ് നിങ്ങൾക്ക് കാണേണ്ടത്, ഏത് ഇയറിലെ ഏത് ഡേറ്റിലാണ് കാണേണ്ടതെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ജാനുവരി 1 എനിക്ക് അയച്ച അല്ലെങ്കിൽ ഞാൻ അയച്ച ഒരു മെസ്സേജ്, ആ നമ്പറിലേക്ക് അയച്ച മെസ്സേജ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ജാനുവരി 1 ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു. കണ്ടില്ലേ, ജാനുവരി 1 ഡിസംബർ 31 ജാനുവരി 1 ന്യൂ ഇയറിന്റെ ആ ഒരു വീഡിയോ വൈഫിന് അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇനിയുണ്ട്. ഇവിടെ നമുക്ക് ഇനി രണ്ടാമതായിട്ട് ഞാൻ അടുത്തൊരു ഇയർ മാറ്റാണ്. ഇത് 2024 പകരം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബാക്ക് ചെയ്തിട്ട് 2023 ഡിസംബർ ഒരു ഡേറ്റ് ഞാൻ ഓപ്റ്റ് ചെയ്യണം. ഒരു ഡേറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് 15 കൊടുത്തതെങ്കിൽ കണ്ടോ, ഒരു ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ വൈഫിന് അയച്ചു കൊടുത്തത് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എത്ര വർഷം മുന്നുള്ളത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ പാരൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും റെസിഡൻസിന്റെ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രൊഫൈലിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സെർച്ച് ഓപ്ഷൻ കാണിക്കും. ആ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ദിവസങ്ങളിൽ എന്തെല്ലാമാണ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ പാരൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലുള്ള നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, ടൈം ടേബിൾ കാര്യങ്ങൾ, എക്സാം ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ അയച്ചതൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രൊഫൈലിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കലണ്ടർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പഴയ കാര്യങ്ങളാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ കാര്യം കിട്ടും. ഇത് വളരെ ഉപകാരമുള്ള ഓപ്ഷനാണ്. ഇത് എത്രയോ മുന്നേ നമുക്ക് വരേണ്ട ഓപ്ഷനാണ്. പക്ഷേ വീഡിയോ ഒന്നും മലയാളത്തിൽ യൂട്യൂബിലില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോളോ ചെയ്തു നോക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹൈലി ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.